ബൈബിൾ പഠന മാർഗനിർദ്ദേശങ്ങൾ ഭാഗം 2. ഒരു കൂട്ടർ പറയുന്നു ബൈബിൾ ദൈവത്തിൽ നിന്നും വന്നതാകുന്നു എന്ന്. അത് എങ്ങനെ അറിയാം? എല്ലാവരും പറയുന്നത് തങ്ങളുടെ മതഗ്രന്ഥം ദൈവത്തിൽ നിന്നും വന്നതാകുന്നു എന്നത്രേ. ഏതായാലും എല്ലാം ഒരേ സമയത്ത് സത്യമാകുവാൻ വഴിയില്ല, ഉണ്ടോ? വിശുദ്ധ ബൈബിൾ ദൈവത്തിൽ നിന്നും ലഭിച്ചതാകുന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ബൈബിളിനെക്കുറിച്ച് ഇന്നലെ നാം ചിന്തിക്കുവാൻ ആരംഭിച്ചത് ഓർക്കുമല്ലോ. 2 പ്രധാന ചോദ്യങ്ങൾക്കാണ് ഇന്നലെ നാം മറുപടി നൽകിയത്. 1, ബൈബിൾ പ്രധാനപ്പെട്ടതാണോ? 2, ഏതു വിധത്തിലാണ് ബൈബിൾ അതുല്യമായിരിക്കുന്നത്? അനേകരുടെ ജീവിതത്തിൽ നിന്നും ഒരു വസ്തുത നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്തെന്നാൽ, വിശുദ്ധ ബൈബിൾ ദൈവത്തിന്റെ തിരുവചനമാകുന്നു. അത് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തമാണ്. ബൈബിൾ ദൈവത്തിന്റെ വെളിപ്പാടാണ്. ഇന്ന് ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത് പ്രധാനമായും തിരുവചനത്തിലൂടെയാണ്. ഇത് വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവം ഓരോ മനുഷ്യനെക്കുറിച്ചും ചിന്തിക്കുന്നത്. ഇതുവരെ താങ്കൾ അത് ചെയ്യുവാൻ ആരംഭിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഈ അതിമഹത്തായ ഗ്രന്ഥം പഠിക്കുവാനുള്ള ഒരു അസുലഭ അവസരമാണ് ഈ പ്രക്ഷേപണ പരമ്പരയിലൂടെ താങ്കൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. ഇനിയും ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ബൈബിൾ ദൈവത്തിൽ നിന്നുമാകുന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഒന്നാമത്, ഈ പുസ്തകത്തിന്റെ സൂക്ഷിപ്പ് അല്ലെങ്കിൽ പരിപാലനം എന്ന് ഞാൻ പറയട്ടെ. വസ്തുനിഷ്ഠമായ ഒരു തെളിവ് അല്ലെങ്കിൽ ബാഹ്യമായ ഒരു തെളിവ് എന്തെന്നാൽ, ഇതുവരെയുള്ള വിശുദ്ധ ബൈബിളിന്റെ അത്ഭുതകരമായ ഭദ്രത അല്ലെങ്കിൽ സൂക്ഷിപ്പാകുന്നു. യിരെമ്യാ പ്രവചനത്തിൽ നാം ഒരു പഴയ രാജാവിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ദൈവവചനം അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവനൊരു കത്തിയെടുത്ത് പല കഷ്ണങ്ങളായി അത് മുറിച്ചു. എന്നാൽ അത് വീണ്ടും എഴുതി. ആ വചനം നമുക്കിന്നുണ്ട്. എത്ര അത്ഭുതകരമില്ലേ? കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ പരിശോധിച്ചാൽ വിശുദ്ധ ബൈബിൾ അനേകം പ്രാവശ്യം കത്തിച്ചു കളഞ്ഞതായി കാണുന്നുണ്ട്. എന്നാൽ ഈ മഹൽ ഗ്രന്ഥം ഇന്നും നിലനിൽക്കുന്നു. ഇന്ന് ഈ ബൈബിളിന് നേരെ വളരെയേറെ വിരോധം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് പലരും ഇത് അക്ഷരാർത്ഥത്തിൽ കത്തിച്ചു കളയാത്തതിന് കാരണം അങ്ങനെ ചെയ്യുന്നത് കാടത്തരമാകുന്നു എന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുമെന്ന് ഭയപ്പെട്ട് അതുകൊണ്ട് മാത്രമാണ്. എന്നാൽ ഇത് ഇന്നും കത്തിച്ചും മറ്റു പല പ്രകാരത്തിലും നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അനേകരുണ്ട്. ഇത് നശിപ്പിക്കുവാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ എന്നും വിഫലമായിട്ടേ ഉള്ളൂ. ബൈബിളിന്റെ മേൽ ഇത്രയേറെ ആക്രമണം ഉണ്ടായിട്ടും ഇന്നും ഈ പുസ്തകം നിലനിൽക്കുന്നു. മാത്രമോ, ലോകത്തിൽ ഇന്ന് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന പുസ്തകവും ബൈബിൾ തന്നെയാണ്. ഇതിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളവർ നശിച്ചിട്ടുള്ളതല്ലാതെ ദൈവവചനം നശിച്ചിട്ടില്ല. ദൈവവചനമാകുന്ന ബൈബിളിന്റെ ഭദ്രത പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുതയാണ്. ബൈബിൾ ദൈവത്തിൽ നിന്നുമാകുന്നു എന്ന് നമുക്കറിയാവുന്നതിന്റെ രണ്ടാമത്തെ തെളിവ് പുരാവസ്തു ശാസ്ത്രമാകുന്നു. ഇത് ദൈവവചനമാകുന്നു എന്ന് പുരാവസ്തു ശാസ്ത്രം ഉറപ്പാക്കി തരുന്നു. ബൈബിൾ ദൈവത്തിന്റെ വചനമാകുന്നു എന്ന് തെളിയിക്കുന്ന അനേകം കാര്യങ്ങൾ പുരാവസ്തു ഗവേഷകരുടെ മൺവെട്ടി കിളച്ചുമറിച്ച് തന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പഞ്ചഗ്രന്ഥങ്ങൾ മോശ എഴുതിയതാകുന്നു എന്ന വസ്തുതയെ അനേകം വർഷങ്ങളായി വിമർശകർ തള്ളിക്കളഞ്ഞിരിക്കുകയായിരുന്നു. അവരുടെ പ്രധാന വാദം മോശയുടെ സമയത്ത് എഴുത്തില്ലായിരുന്നു എന്നതത്രേ. എന്നാൽ ഈ കാലങ്ങളിൽ ആ വാദം ആരും മുന്നോട്ട് വെക്കുന്നതായി കേൾക്കുന്നില്ല. കാരണം പുരാവസ്തു ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തം തന്നെയാണ്. പിന്നെ അത് അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കാര്യമാക്കേണ്ടതില്ല. വർഷങ്ങളായി പുരാവസ്തു ഗവേഷകരുടെ ആയുധങ്ങൾ ബൈബിളിന്റെ വിശ്വാസ്യതയെ തെളിയിക്കുന്ന വിധം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എരിഹോ മതിൽ വീണ സംഭവം അതിൽ ഒന്നു മാത്രമാകുന്നു. വാസ്തവത്തിൽ ദൈവവചനം കൂടുതൽ തെളിവുകൾ നൽകുകയാണ് ചെയ്തത്. പുരാവസ്തു ശാസ്ത്രം ബൈബിളിന്റെ കൃത്യതയെ വ്യക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ കണ്ടെടുത്തിട്ടുള്ള കയ്യെഴുത്ത് പ്രതികളും കൃത്യമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ പഠിക്കുവാൻ താങ്കൾ ശ്രമിക്കുന്നതാണ് നല്ലത്. ഇവിടെ എനിക്കധികം വിശദീകരണം നൽകുവാൻ സാധിക്കില്ലല്ലോ. ദൈവവചനം വിശ്വാസയോഗ്യമാകുന്നു. മൂന്നാമതായി,
ദൈവവചനം, അതെ, ബൈബിൾ ദൈവത്തിന്റെ വചനമാകുന്നു എന്ന് തെളിയിക്കുന്ന മൂന്നാമത്തെ കാര്യം നിവർത്തിയായ പ്രവചനങ്ങളാകുന്നു. ബൈബിൾ ദൈവത്തിന്റെ വചനമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതിന്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഒരെണ്ണം പറയുവാനുണ്ടെങ്കിൽ അതേതായിരിക്കുമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയും എന്നറിയാമോ? എന്റെ അഭിപ്രായത്തിൽ അത് നിവർത്തിക്കപ്പെട്ട പ്രവചനങ്ങളാണ്. നിവർത്തിയാക്കപ്പെട്ട പ്രവചനങ്ങൾ. താങ്കൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കാത്തത്, തള്ളിക്കളയുവാൻ സാധിക്കാത്ത ഒരു തെളിവാണ് നിവർത്തിയായ പ്രവചനങ്ങൾ. തിരുവചനം നിറയെ നിവർത്തിയാക്കപ്പെട്ട പ്രവചനങ്ങളാണ്. ബൈബിൾ എഴുതിയ സമയത്ത് അതിന്റെ 4/1 പ്രവചന ഭാഗമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിൽ ഒരു വലിയ പങ്കും ഇതിനോടകം നിവർത്തിയാക്കപ്പെട്ട് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ മനുഷ്യർ ചിന്തിച്ചതിനേക്കാൾ വളരെയേറെ നിവർത്തിയാക്കപ്പെട്ടു. കൃത്യമായി പ്രവചനം പൂർത്തിയാക്കപ്പെട്ട അനേകം സ്ഥലങ്ങളിലേക്ക് നമുക്ക് തിരിയാവുന്നതാണ്. പ്രവചിച്ച പ്രവാചകന്റെ സമയത്ത് തന്നെ താൻ പറഞ്ഞ കാര്യം നിവൃത്തിയായ അനേകം സാഹചര്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അനേകം ഉദാഹരണങ്ങൾ പറയുവാനുണ്ട്. ഒരെണ്ണം പറഞ്ഞാൽ, മീഖ എന്നൊരു പ്രവാചകൻ ആഹാബ് രാജാവിനോട് പറഞ്ഞു, രാജാവ് പരിപാടി ഇട്ടതുപോലെ യുദ്ധത്തിന് പുറപ്പെട്ടാൽ അവൻ യുദ്ധത്തിൽ തോൽക്കും എന്ന് മാത്രമല്ല കൊല്ലപ്പെടുകയും ചെയ്യുമത്രേ. എന്നാൽ ആഹാബിന്റെ കള്ളപ്രവാചകന്മാർ അവനോട് പറഞ്ഞത്, നീ വിജയം വരിക്കും, പൊയ്ക്കോ, നീ വിജയാളിയായി തന്നെ മടങ്ങി വരും, നീ വിജയാളിയായ രാജാവായി മടങ്ങി വരുന്നത് ഞങ്ങൾ കാണുന്നു എന്ന്. മീഖ പ്രവാചകൻ പറഞ്ഞത് രാജാവിന് ഇഷ്ടപ്പെടാഞ്ഞതിനാൽ ആഹാബ് അവനെ തടവിൽ ഇടുവാനും പരിമിതമായ ഭക്ഷണം മാത്രം നൽകുവാനും കൽപ്പന നൽകി. രാജാവ് വിജയിച്ചു മടങ്ങി വന്നു കഴിഞ്ഞ് മീഖായെ സംരക്ഷിച്ചു കൊള്ളാൻ പോലും. എന്നാൽ മീഖ വിട്ടില്ല. അവൻ ആ അവസാന വാക്ക് പൊട്ടിച്ചു, നീ മടങ്ങി വന്നെന്നാൽ ദൈവം എന്നോട് സംസാരിച്ചില്ല. തുറന്നു പറഞ്ഞാൽ ദൈവം മീഖായിലൂടെ സംസാരിച്ചതായിരുന്നു. കാരണം ആഹാബ് മടങ്ങി വന്നില്ല. അവൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അവന്റെ സൈന്യം ദയനീയമാവണ്ണം തോൽക്കപ്പെട്ടു. വേഷപ്രച്ഛന്നനായിട്ടാണ് ആഹാബ് പോയത്. കാരണം താൻ രാജാവാകുന്നു എന്ന് ആരും അറിയരുതെന്ന് അവൻ ശഠിച്ചിരുന്നു. അങ്ങനെ ജീവൻ രക്ഷിക്കാമെന്നും അവൻ ചിന്തിച്ചു. എന്നാൽ മീഖ പ്രവചിച്ചതുപോലെ തന്നെ ഒരു തെറ്റും വരുത്താതെ ആ അമ്പ് ആഹാബിന്റെ നെഞ്ചിൽ തറച്ചു. എത്ര കൃത്യമായി ആ പ്രവചനം നിവൃത്തിയായി. എന്നാൽ വേറൊരു അവസരത്തിൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിനെതിരായി പാളയം ഇറങ്ങിയിരിക്കുന്ന അശൂര്യ സൈന്യം ഒരൊറ്റ അമ്പ് പോലും യെരൂശലേം നഗരത്തിലേക്ക് തൊടുത്തു വിടുകയില്ല എന്ന്. ശെടാ, അത് രസകരമായിരിക്കുന്നില്ലേ? മീഖ പ്രവചിച്ചത് അതുപോലെ സംഭവിച്ചതിന് കാരണം ഒരു പടയാളി യാദൃച്ഛികമായി അമ്പു തൊടുത്തപ്പോൾ ആഹാബിന്റെ ശരീരത്തിൽ തറച്ച് അവൻ മരിച്ചു. അതാകുന്നു സംഭവിച്ചത് എന്ന് ആരെങ്കിലും വാദിച്ചാൽ ഇതിന്റെ സമാധാനം എന്തു പറയും? 2,00,000-ൽ പരം വരുന്ന അശൂര്യ സൈന്യത്തിൽ ആർക്കും തന്നെ യെരൂശലേമിന്റെ നേർക്കൊരു അമ്പ് തൊടുക്കുവാൻ തോന്നിയില്ലെന്നോ? പിന്നെന്തിനാ അവരെല്ലാം കൂടി വന്നത്? അതെ, ദൈവത്തിന്റെ വചനം കൃത്യമാണ്. ഒരു ശത്രു അബദ്ധവശാലെങ്കിലും ഒരു അമ്പ് യെരൂശലേമിനകത്തേക്ക് എയ്തു വിട്ടിരുന്നെങ്കിൽ താങ്കൾക്കൊരു കാര്യം ഉറപ്പാക്കാമായിരുന്നു, യെശയ്യാവ് ദൈവത്തിന്റെ പ്രവാചകൻ അല്ല എന്ന്. എന്നാൽ അവൻ ദൈവത്തിന്റെ പ്രവാചകൻ തന്നെയായിരുന്നു. താൻ പറഞ്ഞത് അവിടെ അപ്പോൾ നിവൃത്തിയായി. വേറൊരു കാര്യം യെശയ്യാവ് പറഞ്ഞത് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്നതാണ്. അത് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നിവൃത്തിയാകുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപത്രേ. ഇനിയും വേറെ തെളിവുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിനെക്കുറിച്ച് 300-ലധികം പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ എല്ലാം അക്ഷരാർത്ഥത്തിൽ നിവൃത്തിയായി. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് സുഹൃത്തെ താങ്കൾ ആവശ്യപ്പെടുന്നത്? ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവചനം നിറവേറ്റപ്പെടാത്തതായി ഉണ്ടായിരുന്നു. ഏതാണെന്നറിയാമോ? 69-ാം സങ്കീർത്തനം 21-ാം വാക്യത്തിന്റെ നിവൃത്തിയായിരുന്നു, അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. ഈ ഭാഗം യേശു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രവചനം നിവൃത്തിയാകും എന്ന് ചിന്തിക്കുക അസാധ്യമാണല്ലോ. പെട്ടെന്നിതാ യേശുവിന്റെ വാക്കുകൾ, എനിക്ക് ദാഹിക്കുന്നു. അപ്പോൾ അവന്റെ ശത്രു തന്നെ പോയി ആ പ്രവചനം നിവൃത്തിയാക്കുന്നു. ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അല്പം നല്ല വെള്ളം കൊടുക്കരുതായിരുന്നോ? ഇത് വളരെയേറെ ആശ്ചര്യകരമായ ഒരു കാര്യമാകും. മനുഷ്യൻ ഒരിക്കലും അങ്ങനെ ഊഹിക്കുവാൻ കഴിയുകയില്ല. തിരുവചനത്തിലെ ഓരോ പ്രവചന നിവൃത്തിയും ആശ്ചര്യകരമായിരിക്കുന്നു.
നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷകർ എപ്പോഴും ശരിയായി എന്ന് വരില്ല കേട്ടോ. എപ്പോഴും തെറ്റിയെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവർ എപ്പോഴും ശരിയായെന്ന് വരില്ല. മഴ പെയ്യാനും പെയ്യാതിരിക്കുവാനും സാധ്യതയുണ്ടെന്ന് പറയുന്നതല്ലല്ലോ കാര്യം. ഇസ്രായേലിൽ ഒരു പ്രവാചകൻ പറയുന്നത് കൃത്യമായി സംഭവിച്ചിരിക്കണമായിരുന്നു. അങ്ങനെ കൃത്യമായി സംഭവിച്ചില്ല എങ്കിൽ അവരെ കള്ളപ്രവാചകൻ എന്ന് മുദ്രയടിച്ച് മരണത്തിനേൽപ്പിക്കുമായിരുന്നു. ഒരു നല്ല പ്രവാചകനിൽ നിന്നും കള്ളപ്രവാചകനെ തിരിച്ചറിയുവാൻ കഴിവുള്ളവരായിരിക്കണം തങ്ങളെന്ന് ദൈവം തന്റെ ജനത്തോട് പറഞ്ഞു. ഇന്ന് അത് എത്രമാത്രം ആവശ്യമായിരിക്കുന്നു. ഒരു സത്യപ്രവാചകൻ ആദ്യം താൻ ആയിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് പ്രവചിക്കണം. യെശയ്യാവ് അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ പ്രവചിക്കുന്ന പ്രവചനം നിവൃത്തിയാകുമ്പോൾ ഭാവിയെക്കുറിച്ച് പറയുവാൻ ഇവരെ ആശ്രയിക്കാമെന്ന് ജനങ്ങൾ അറിയും. യെശയ്യാവ് ചെയ്തത് അതുതന്നെയാണ്. നമുക്കിന്ന് തിരിഞ്ഞു നോക്കി അത് നിറവേറി എന്ന് ഗ്രഹിക്കാവുന്നതാണ്. മറ്റ് പല പ്രവചനങ്ങളും ഇപ്രകാരമുണ്ട്. 2500 വർഷങ്ങൾക്ക് മുൻപ് സോറും സീദോനും ഇങ്ങനെയായിരിക്കുമെന്ന് ദൈവവചനം പറഞ്ഞ പ്രകാരം തന്നെ അവർ ഇന്ന് അവിടെയുണ്ട്. മിസ്രയീം ദൈവം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നിലനിൽക്കുന്നു. ഇവയെല്ലാം ആശ്ചര്യജനകം തന്നെ. അതേ സുഹൃത്തെ, ബൈബിൾ ദൈവത്തിന്റെ വചനമാകുന്നു എന്ന് വിളിച്ചറിയിക്കുന്ന ഏറ്റവും വലിയ തെളിവാണ് ബൈബിളിലെ നിവൃത്തിയായ പ്രവചനങ്ങൾ. ഓർക്കുക, മനുഷ്യന് സ്വയം അത്രമാത്രം കൃത്യമാകുവാൻ സാധ്യമല്ല. മനുഷ്യൻ അങ്ങനെ ഊഹിക്കുവാനും സാധിക്കില്ല. ഇന്ന് വളരെയേറെ ഊഹം നടക്കുന്നുണ്ടല്ലോ. കൂടുതലും അബദ്ധത്തിൽ ചാടുകയാണ്. 1-2 കാര്യങ്ങൾ ശരിയെന്ന് വെച്ച് എല്ലാം ശരിയാക്കാറുണ്ടോ? എന്നാൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നവ എല്ലാം ശരിയാകുന്നു. ഇത് വ്യക്തമാണ്. അവിടെ ഊഹാപോഹം ഒന്നുമില്ല. ഈ പറഞ്ഞതുപോലെ മാനുഷിക ശക്തിയാൽ പ്രവചിക്കുവാൻ സാധ്യമല്ല എന്ന് ഞാൻ ഒന്ന് വിശദീകരിക്കാം. ഞാൻ ഇപ്പോൾ ഒരു പ്രവചനം നടത്തുന്നു എന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞെന്നിരിക്കട്ടെ, താങ്കൾ നാളെ എവിടെയായിരുന്നാലും അവിടെ മഴ പെയ്യുന്നതായിരിക്കും. ഞാൻ വിജയിക്കുവാൻ 50% സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ ഇപ്രകാരം പറഞ്ഞിരിക്കട്ടെ, നാളെ രാവിലെ 9 മണിക്ക് മഴ പെയ്യാൻ ആരംഭിക്കുമത്രേ. അതും അവ്യക്തമായ ഒരു കാര്യമാകുന്നു. ആദ്യം പറഞ്ഞത് സംഭവിക്കുവാൻ പകുതി ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് 25% സാധ്യത മാത്രമേ ഉള്ളൂ. വിജയിക്കുവാൻ 25% സാധ്യതയുള്ളൂ. തീർച്ചയല്ലാത്ത ഓരോന്നും കൂട്ടിച്ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നിവൃത്തിയാകുവാനുള്ള സാധ്യത 50% കണ്ട് കുറയുന്നു. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞെന്നിരിക്കട്ടെ, 9 മണിക്ക് മഴ ആരംഭിക്കുമെന്ന് മാത്രമല്ല 2 മണിക്ക് അത് അവസാനിക്കുകയും ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ശരിയാകുവാനുള്ള സാധ്യത വെറും 12% മാത്രമാകുന്നു. ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലായോ? അങ്ങനെ 300 കാര്യങ്ങൾ കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ ശരിയാകുവാനുള്ള സാധ്യത ഊഹിക്കാമോ? ഒരെണ്ണം നടന്നെന്ന് വന്നേക്കും. 10 എണ്ണമായാലോ? 300 എണ്ണത്തിൽ അതും ഒന്നോട് ചേർത്തുള്ളവ ഒരിക്കലും ശരിയാകുവാൻ പോകുന്നില്ല. എന്നാൽ ബൈബിളിൽ അത് സാധ്യമായി എന്നതാണ് ആശ്ചര്യം. ദൈവവചനം കൃത്യമാകുന്നു. തികച്ചും അസാധ്യമായതിലേക്ക് നീങ്ങി എന്നതിനാൽ ബൈബിൾ ദൈവവചനമാകുന്നു എന്ന തികഞ്ഞ തെളിവ് എനിക്ക് ലഭിച്ചു. ഇതിനോട് സാമ്യപ്പെടുത്താവുന്നത് ഒന്നും തന്നെയില്ല. നിവൃത്തിയായ പ്രവചനങ്ങളിൽ ചുരുക്കം ചിലത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നാൽ ദൈവവചനത്തിൽ പ്രവചനങ്ങൾക്ക് പുറമെ പ്രവചനങ്ങളാണ്. അവ എല്ലാം നിവൃത്തിയാക്കപ്പെടുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെട്ടു. ഇനിയും നിവൃത്തിയാക്കപ്പെടുവാനുള്ളവയുടെ ഉറപ്പും ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. നാം ധൃതി പിടിക്കേണ്ട ഒരു കാര്യവുമില്ല. ദൈവം തന്റെ സമയത്തത് നിവൃത്തിയാക്കും. വിശുദ്ധ ബൈബിൾ ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിച്ച ദൈവവചനമാകുന്നു, സംശയമില്ല. ബൈബിൾ ദൈവത്തിന്റെ വചനമാകുന്നു എന്നതിന്റെ തെളിവായി ഞാൻ 2 കാര്യങ്ങൾ കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വിശ്വാസികളുടെ ഇന്നത്തെ രൂപാന്തരപ്പെട്ട ജീവിതമാകുന്നു. സ്ത്രീ പുരുഷന്മാരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തിന് ചെയ്യുവാൻ സാധിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ലഭിക്കുന്ന 100 കണക്കിന് കത്തുകളിൽ നിന്നും എത്ര അത്ഭുതകരമായ രൂപാന്തരമാകുന്നു ഓരോ മനുഷ്യരിൽ സംഭവിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നതിൽ എന്റെ മിടുക്കോ കഴിവോ ഒന്നും പറയുവാനില്ല കേട്ടോ. വളരെയേറെ അസാൻമാർഗികമായി ജീവിച്ച ഒരു സ്ത്രീ റേഡിയോയിലൂടെ ദൈവവചനം ശ്രദ്ധിച്ചു. ഇന്നൊരു ദൈവപൈതലായി ജീവിക്കുന്നു.
മദ്യപാനം ഉപേക്ഷിക്കുവാൻ ഞാനൊരു വ്യക്തിയെ പല പ്രാവശ്യം ഗുണദോഷിച്ചതാണ്. എന്നാൽ ദൈവവചനം റേഡിയോയിലൂടെ ശ്രവിച്ചപ്പോൾ പിന്നെ മദ്യപാനം നീട്ടിക്കൊണ്ടുപോകുവാൻ ആ മനുഷ്യൻ തയ്യാറായില്ല. സുവിശേഷം ഒരൊറ്റ പ്രാവശ്യം കേട്ടതിന് ശേഷം മാനസാന്തരപ്പെട്ട, മനം തിരിഞ്ഞ, പാപം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച പലരും എനിക്ക് എഴുതാറുണ്ട്. അത് സാധ്യമാണ്. അത്ഭുതമാണല്ലേ? ദൈവവചനം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. വളരെയേറെ ഗുണദോഷങ്ങൾ നൽകിയാലും ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരില്ല, വിലപ്പോവില്ല. എന്നാൽ ദൈവവചനം മനുഷ്യഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുന്നത് അത്ഭുതകരമായിട്ടാണ്. നൂറുകണക്കിന് ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുള്ള രൂപാന്തരങ്ങളെക്കുറിച്ച് വിശദീകരിക്കുവാൻ എനിക്ക് സമയം പോരാ. ബൈബിൾ മാത്രമേ ഒരു പാപിയെ വിശുദ്ധനാക്കുവാൻ പര്യാപ്തമായിട്ടുള്ളൂ. വലിയ വലിയ പ്രസംഗങ്ങളും പാണ്ഡിത്യം വെളിപ്പെടുത്തുവാനുള്ള പ്രവണതകളും ഒന്നും മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുകയില്ല. കുറെ തർക്കിച്ചതുകൊണ്ടും വിശേഷമില്ല. കുറെ വാദങ്ങൾ നിരത്തി ശ്രോതാക്കളെ ശരിയായത് കാണിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവവചനം ലളിതമായി പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്നെങ്കിൽ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതല്ലേ ഏറ്റവും നല്ലത്. അത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിക്കൊള്ളും. അപ്പോൾ ഈ ബൈബിളിന്റെ ശക്തി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇത് ദൈവത്തിന്റെ വചനം തന്നെയാണ്. ഇന്ന് ഞാൻ ബൈബിൾ ദൈവവചനമാകുന്നു എന്ന് വിശ്വസിക്കുക മാത്രമല്ല, ഇത് ദൈവവചനമാകുന്നു എന്ന് എനിക്കറിയാം. ആ സ്ഥാനത്ത് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇത് ദൈവവചനമാകുന്നു എന്ന് ഞാൻ എങ്ങനെയാണ് അറിയുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം എന്റെ ഹൃദയത്തിനും എന്റെ ജീവിതത്തിനും യാഥാർത്ഥ്യമാക്കി തന്നു. കൊലോസിയിലെ വിശുദ്ധന്മാരോട് വിശുദ്ധ പൗലോസ് സംസാരിച്ചത് അതത്രേ. അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, അവർ ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണം. ഞാനും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അതുതന്നെയാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് ഈ കാര്യങ്ങൾ താങ്കളുടെ ഹൃദയത്തിൽ സ്ഥിരമാക്കി തരുവാൻ മതിയായതാണ്. അങ്ങനെ പുരാവസ്തു ശാസ്ത്രമോ മറ്റ് യാതൊന്നുമോ ബൈബിൾ ദൈവവചനമാകുന്നു എന്ന് തെളിയിക്കുവാൻ താങ്കൾക്ക് ആവശ്യമില്ലാത്ത ഒരു സ്ഥിതിയിൽ എത്തിച്ചേരും. ദൈവത്തിന്റെ ആത്മാവ് ഈ വലിയ സത്യം നമുക്ക് വെളിപ്പെടുത്തി തരും. ഈ വലിയ ഉറപ്പിലേക്ക് താങ്കൾ എത്തിച്ചേർന്നിട്ടുണ്ടോ സുഹൃത്തെ? അതെ, ദൈവവചനമാകുന്ന ബൈബിൾ ദൈവത്തിൽ നിന്നും വന്നതാണെന്ന് വിശ്വസിക്കാതെ ഒരു ദൈവവൈതലായി ജീവിക്കുവാൻ ആർക്കും സാധ്യമല്ല. ആ വിശ്വാസം അത് അങ്ങനെ തന്നെ ആകുന്നു എന്ന അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഈ അറിവത്രേ നമ്മെ ആത്മീകമായി വളർത്തുവാൻ പോകുന്നത്. വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അനേകം പ്രയോഗങ്ങൾ നാം കേൾക്കാറുണ്ട്. അവയിൽ ചിലത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത് വെളിപ്പാട്. വെളിപ്പാടെന്നാൽ ദൈവം സംസാരിച്ചെന്നും ദൈവം മനുഷ്യനുമായി ആശയവിനിമയം നടത്തിയെന്നുമാണ് അർത്ഥം. വേറൊരു പ്രയോഗം ദൈവപ്രേരിതം എന്നുള്ളതാണ്. ദൈവ വെളിപ്പാടിനെ ഉറപ്പാക്കുന്നതാണ് ദൈവപ്രേരിതം എന്നുള്ളത്. ഇനിയും പ്രകാശിപ്പിക്കൽ എന്നൊരു പ്രയോഗമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് അധ്യാപകനായിരിക്കുന്ന അവസ്ഥ അതത്രേ. അവൻ ആശയവിനിമയം നടത്തുന്നു. വ്യാഖ്യാനം നാം ദൈവവചനത്തിന് നൽകുന്ന വ്യാഖ്യാനത്തെ കാണിക്കുന്നു. ഒന്നാമതായി വെളിപ്പാട് എന്താകുന്നു എന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. വെളിപ്പാട് എന്നാൽ ദൈവം സംസാരിച്ചത് എന്നാണ് അർത്ഥം. യഹോവ അരുളി ചെയ്തത് എന്നതുപോലുള്ള പ്രയോഗങ്ങൾ 2500-ലധികം പ്രാവശ്യം വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. താൻ തന്നെയാണോ സംസാരിച്ചതെന്നുള്ള കാര്യത്തിൽ നമുക്ക് തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാകാതിരിക്കുവാനായിരിക്കും ഈ പ്രയോഗം ഇത്രയധികം ഉപയോഗിച്ചിരിക്കുന്നത്. എബ്രായലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ന്യായമായ വിധത്തിൽ ബുദ്ധിയുള്ളതും ഒരേ ആഗ്രഹങ്ങളും വികാരങ്ങളും ഉള്ളതുമായ 2 വ്യക്തികളെ താങ്കൾ ഇവിടെ കണ്ടെന്നാലും അവർ അന്യോന്യം അല്പം ആകൃഷ്ടർ കൂടിയാണെങ്കിൽ അവർ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതായി കാണുവാൻ കഴിയും. ഒരേ വാസനയുള്ള 2 വ്യക്തികൾ അകന്നിരുന്നാൽ അന്യോന്യം ബന്ധപ്പെടുന്നതിൽ പ്രമോദിക്കുകയും മറ്റേ വ്യക്തിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ അറിയുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുക പതിവാണല്ലേ. മനുഷ്യഹൃദയത്തിന്റെ ജന്മനാ ഉള്ള ഈ സ്വഭാവ സവിശേഷത നമ്മുടെ പോസ്റ്റ് ഓഫീസുകളുടെയും ടെലഫോണുകളുടെയും ഇന്റർനെറ്റുകളുടെയും ടെലഗ്രാഫുകളുടെയും അങ്ങനെ ഓരോന്നിന്റെയും നിലനിൽപ്പിനെ വിശദീകരിക്കുന്നു.
സുഹൃത്തുക്കളുമായി ആശയവിനിമയം നടത്തുന്നു. ഭവനത്തിൽ നിന്നും ദൂരെ ആയിരിക്കുന്ന ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് എഴുതുന്നു. വീട്ടിൽ നിന്നും മാറി നിന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് ഇമെയിൽ അയക്കുന്നു. ഇന്ന് പിന്നെ അധികവും ഫോൺ വഴിയും ഇമെയിൽ വഴിയും ഫാക്സ് വഴിയുമാണല്ലോ. ഏത് കുഗ്രാമത്തിൽ ഇരുന്നും ലോകം മുഴുവൻ ബന്ധപ്പെടാവുന്ന വിധത്തിൽ നാം വളർന്നു വന്നു കഴിഞ്ഞു. അതെ, ആ ഫോൺ അടുത്തിരിക്കുന്നത് ഒരു പരീക്ഷണമല്ലേ? ബില്ല് വരുമ്പോൾ മാത്രമേ വിവരമറിയൂ. ഈ ചിലവെല്ലാം ഭക്ഷണം കഴിക്കുവാനോ സ്വത്ത് വാങ്ങിക്കൂട്ടുവാനോ ഉപയോഗിച്ചതല്ല, അന്യോന്യം ആശയവിനിമയത്തിന് ഉപയോഗിച്ചതാണ്. അതെ, ഹൃദയത്തിന്റെ ആശയപ്രകാശനത്തിനായി. ആശയവിനിമയം നടത്തുവാൻ സാധിക്കാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. താങ്കൾ പറയുന്ന ഭാഷ മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരാൾ, അയാൾ പറയുന്ന ഭാഷ താങ്കൾക്കും മനസ്സിലാകുന്നില്ല എങ്കിൽ ഭയങ്കരമില്ലേ? ഹെലൻ കെല്ലർ കണ്ണു കാണാൻ വയ്യാതെയും ചെവി കേൾക്കാൻ വയ്യാതെയും, അതെ, അന്യോന്യം ആശയവിനിമയം നടക്കാതെ അടച്ചിടപ്പെട്ട അവസ്ഥയെക്കുറിച്ച് വായിക്കുമ്പോൾ ശ്വാസം മുട്ടുന്നതായി തോന്നാറില്ലേ? എന്നാൽ ഒരു വലിയ മാറ്റമുണ്ടായി. ഒരു വാതിൽ തുറന്നു കിട്ടി. അങ്ങനെ അവൾ ആശയവിനിമയം നടത്തുവാൻ ആരംഭിച്ചു. അതെ, കാണുകയും കേൾക്കുകയും ചെയ്യാവുന്ന നമ്മിൽ പലർക്കും സാധിക്കുന്നതിനേക്കാൾ ഭംഗിയായി ഹെലൻ ആശയവിനിമയം നടത്തി. ഈ പറഞ്ഞതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, ഞാൻ വിശ്വസിക്കുന്നത് ന്യായവും തികച്ചും ബുദ്ധിപരവുമായ ചോദ്യമല്ലേ? അതായത്, ദൈവം തന്റെ സൃഷ്ടികളുമായി, അതെ, താൻ ഒരളവ് വരെ ബുദ്ധി നൽകിയും തന്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനുമായി ആശയവിനിമയം നടത്തി എന്ന് ചിന്തിക്കുന്നത് യുക്തിയല്ലേ? ന്യായമല്ലേ? ദൈവത്തിൽ നിന്ന് ഒരു വെളിപ്പാട് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് താങ്കളും ഞാനും കാത്തിരുന്ന് അവൻ നമ്മോട് ഇപ്പോൾ തന്നെ സംസാരിക്കുന്നത് ശ്രദ്ധിക്കണം എന്നത്രേ. കാരണം ദൈവം നമ്മോട് സംസാരിക്കണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എബ്രായ ലേഖൻ തന്നെ പറഞ്ഞ കാര്യം നാം വായിച്ചതായിരുന്നല്ലോ. അതായത്, പഴയ നിയമത്തിൽ ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു, ഇപ്പോൾ ദൈവം ക്രിസ്തുവിലൂടെ സംസാരിക്കും.